എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊബറിൻ്റെ ഓട്ടോയിൽ അഹമ്മദാബാദ് നഗരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഈ യാത്രയിൽ പണ്ടെപ്പോഴോ പഠിച്ച അഹമ്മദാബാദിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുകയായിരുന്നു ഞാൻ. ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരവും സബർമതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതുമായ അഹമ്മദാബാദിനെ യുനെസ്കോ പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ്. 1411 അഹമ്മദ് ഷാ സുൽത്താനാണ് ഈ നഗരം സ്ഥാപിച്ചത്. പണ്ട് അഷാവൽ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം കർണാപതി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഈ നഗരത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള ആകാംക്ഷയോടുകൂടിയാണ് ഈ നഗരത്തെ നോക്കിക്കാണുന്നത്. ഈ നഗരം വളരെ വൃത്തിയായിട്ടാണ് പരിപാലിച്ചു പോരുന്നത്. അത് ഈ യാത്രയിലുടനീളം നമുക്ക് കാണാം. അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ഇത്. വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് തുണിത്തരങ്ങൾക്ക്, ചരിത്ര സ്മാരകങ്ങൾക്കും സബർമതി ആശ്രമം പോലുള്ള പ്രധാന ഇടങ്ങൾക്കും പ്രസിദ്ധമാണ് അഹമ്മദാബാദ്. ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സബർമതി നദിയുടെ മുകളിലൂടെ നിർമ്മിച്ച പാലത്തിലൂടെയാണ്. 371 കിലോമീറ്റർ നീളമുള്ള നദിയാണ് സബർമതി. രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ആരാവല്ലി പർവ്വത നിരകളിൽ നിന്നാണ് സബർമതി നദിയുടെ ഉത്ഭവസ്ഥാനം. ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല നിലവാരത്തിലാണ് പണിതിരിക്കുന്നത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിലേക്ക് അഹമ്മദാബാദിൽ നിന്നും 26 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. വളരെയധികം സ്ഥല ലഭ്യതയുള്ള ഒരു നഗരം കൂടിയാണ് ഇത്. അഹമ്മദാബാദിലും മെട്രോ സംവിധാനമുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലും ഗാന്ധിനഗറിലും പ്രവർത്തിക്കുന്ന അതിവേഗത യാത്രാ സംവിധാനമാണ് അഹമ്മദാബാദ് മെട്രോ. ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. 40 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഈ മെട്രോയ്ക്ക് 31 സ്റ്റേഷനുകളാണ് ഉള്ളത്. പ്രധാനമായും 2 റൂട്ടുകളാണ് ഉള്ളത്, ബ്ലൂ ലൈനും റെഡ് ലൈനും. അഹമ്മദാബാദിനെയും സംസ്ഥാന തലസ്ഥാനമായ ഗാന്ധിനഗറിനെയും ബന്ധിപ്പിക്കുന്നത് ഫേസ് 2-ലാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിനുകൾ അഹമ്മദാബാദ് മെട്രോയിലാണ് ഉപയോഗിക്കുന്നത്.
അഹമ്മദാബാദ് നഗരം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്. ഇവിടെയെല്ലാം വ്യത്യസ്ത വലുപ്പത്തിലും ഡിസൈനിലുമുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്ത ഡിസൈനിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടു. നഗരത്തിലൂടെയും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തു കൂടിയും കുറേ ദൂരം സഞ്ചരിച്ചു. ഇപ്പോൾ വൈകുന്നേരമായി. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. അങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ച് ലോബിയിലൂടെ റൂമിൽ ലഗേജ് വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഈ നഗരത്തിലെ രാത്രി കാഴ്ചകൾ എങ്ങനെയായിരിക്കണമെന്ന് അറിയണമല്ലോ. അതുമാത്രമല്ല, ഫുഡും കഴിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയത്. ഇത് അഹമ്മദാബാദ് എന്ന വലിയ നഗരത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.